വാർത്തകൾ വിശദമായി. ഹജ്ജിനിടെ മിനായിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 700 കടന്നു. അപകടത്തിൽ ഒരു മലയാളിയും മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. മിനായിലെ കല്ലേറിനിടെയായിരുന്നു അപകടം. 800-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുറഹ്മാൻ വണ്ടൂർ ചേരുന്നുണ്ട്. വണ്ടൂർ, ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 700-ൽ അധികമായിരിക്കുന്നു. ഒരു മലയാളിയും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് മീനായിലെ അപകടത്തിൽ പറ്റിയ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എമർജൻസി ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സാധാരണയായി തന്നെ ഹജ്ജിനിടയിലുണ്ടാവുന്ന ചില്ലറ അസുഖം കൊണ്ട് ആളുകളെ കൊണ്ടുവരുന്ന ഈ ആശുപത്രിയിൽ ഇന്ന് നിലത്ത് കട്ടിയിലില്ല, നിലത്ത് നൂറുകണക്കിന് ആളുകളെ നിലത്ത് കിടത്തിയിരിക്കുന്ന കാരണം അതിന്റെ ഇടയിൽ തന്നെ അധിക പേരും 1-2 പേരും നമ്മൾ അതിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മരിച്ചെടുത്തുകൊണ്ടുപോയി. പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത്, ഇത് മുഴുവൻ ആഫ്രിക്കൻ വംശജരാണ്. ഇന്ത്യക്കാരായിട്ട് ആരെയും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഇത് സംഭവിച്ചത് മീനായിലെ ഷാര ജദീദ് എന്ന സ്ട്രീറ്റിൽ വെച്ചാണ്. 4 ഭാഗത്തു നിന്നും കല്ലേറ് പോയ ആളുകളും മുസ്തലിഫിൽ നിന്ന് മടങ്ങി വന്ന ആളുകളും കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് ഇത് സംഭവിച്ചത്. കാലത്ത് ഇന്ന് സൗദി സമയം 9 മണിക്കാണ് സംഭവിച്ചത്. ഇവിടെയുള്ള 4 ആശുപത്രികൾ, മീനായിലുള്ള അൽ ജിസർ 30 ICU ബെഡുള്ള അൽ ജിസർ ആശുപത്രി, 50 ICU ബെഡുള്ള അൽ വാദി ആശുപത്രി, അതുപോലെ മീന എമർജൻസി ആശുപത്രി 24 ICU ബെഡുള്ള മീന ആശുപത്രി, അതുപോലെ അൽ ജിജാൽ നിൽക്കുന്ന അൽ ജദീദ് ആശുപത്രി 18 ബെഡാണ് ഇവിടെ ഉള്ളത്. ഈ ആശുപത്രികളെല്ലാം നിറഞ്ഞ് ഫുള്ളായിരിക്കുകയാണ്. നിലത്തുകൂടി ആളുകൾക്ക് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ നേരത്തെ കിടക്കുന്ന ആളുകൾ മുഴുവൻ അറഫ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ട്, ഏറ്റവും വലിയ ആശുപത്രിയാണ് അറഫയിലുള്ളത്. അറഫയിലേക്കാണ് ഇവിടുന്നുള്ള ഈ പരിക്ക് പറ്റിയ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മരണനിരക്ക് ഇനി കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ കോൺസുലേറ്റ് ജനറൽ BS മുബാറക്ക് പറഞ്ഞത് ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടില്ല, ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് അതിൽ കാണുന്നത്. പക്ഷേ വിവരം ലഭിച്ചോട്ടെ അത് വെബ്സൈറ്റിൽ വിവരങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അനൌദ്യോഗികമായി 13 ഇന്ത്യക്കാർ മരിച്ചെന്ന് കേൾക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ വണ്ടൂരാണ് വിവരങ്ങൾ നൽകിയത്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ദീപ്ത സ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. സംസ്ഥാനത്ത് വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഭീകരവാദത്തെ എതിർക്കണമെന്നും യഥാർത്ഥ ഇസ്ലാമിന് ഭീകരപ്രവർത്തനം നടത്താൻ സാധിക്കില്ലെന്നും പുരോഹിതർ സന്ദേശം നൽകി. മെഗാസ്റ്റാർ മമ്മൂട്ടി കലൂരിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കുകൊണ്ടു. മലബാറിലെ വിവിധ പള്ളികളിൽ ബലിപ്പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. കോഴിക്കോട് ബീച്ചിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജമായത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭീകരവാദവും തീവ്രവാദവും ഇസ്ലാമിന്റെ ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാസർഗോഡ്, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മധ്യ കേരളത്തിൽ തൃശൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ബലിപ്പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. 5 ജില്ലകളിലെയും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനയും നടന്നു. പ്രധാനമായും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് നസറുദ്ദീൻ റഹ്മാനി നേതൃത്വം നൽകി. മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി കലൂർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഈദ്ഗാഹുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പത്തനംതിട്ടയിൽ പ്രധാനമായും ടൗൺ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹ് നടന്നത്. തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ഇസ്ലാം മതത്തിന്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന IS പോലുള്ള ഭീകര സംഘടനകളെ വിശ്വാസി സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് സുഹൈബ് മൗലവി പറഞ്ഞു. ഭീമാപ്പള്ളിയിലും സെൻട്രൽ സ്റ്റേഡിയത്തിലും പുത്തരിക്കണ്ടം മൈതാനിയിലും ഈദ്ഗാഹുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് പിന്നിൽ BJP ആണെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. 60 പേരുടെ ജീവനെടുത്ത മുസാഫർ കലാപത്തിന് പിന്നിലും BJPയുടെ കരങ്ങളാണെന്നും സമാജ്വാദി പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങൾ കലാപം പടരാൻ കാരണമായെന്നും ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് രാജ്യത്തെ മധുരക്കനിയെന്നറിയപ്പെടുന്ന കരിമ്പ് കർഷകരുടെ നാടായ മുസാഫറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 50,000-ഓളം പേർക്ക് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഈ കലാപത്തിനു പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമം നടത്തുകയായിരുന്ന BJPക്കും സമാജ്വാദിക്കും കൈയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ കലാപം അന്വേഷിക്കാനായി നിയോഗിച്ച അലഹബാദ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്.
ഭരണ നേതൃത്വം കൈയാളുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളുടെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നു. പ്രദേശത്ത് നിലയുറപ്പിച്ച BJP സമാജ്വാദി പാർട്ടി നേതാക്കൾ കലാപം ആളിക്കത്തിക്കാൻ ശ്രമം നടത്തിയെന്നും സഹായ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക്കിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 6 അധ്യായങ്ങളിലായി 775 പേജ് വരുന്ന റിപ്പോർട്ടിൽ 337 ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം കലാപം നടന്നതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സ്ഥിരീകരിക്കുന്നത്. മുസാഫറിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള ധനസഹായത്തോടെ CPIM വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി CN ബാലകൃഷ്ണൻ അറിയിച്ചു. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, രജിസ്ട്രാർ എന്നിവരെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടത്. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും രജിസ്ട്രാർക്കുമാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്തെ മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതിൽ ആരൊക്കെ എന്തൊക്കെ പറ്റുമെങ്കിൽ അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ നടപടി എടുക്കണം എന്നുള്ള നിലയ്ക്കാണ് തീരുമാനം. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ തൃപ്തികരമല്ല. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും വകുപ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ വിഷമമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബു പിടിയിൽ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതി സതീഷ് ബാബുവിനെ തിരിച്ചറിയാൻ കേരള പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബു ഹരിദ്വാറിലെ ആശ്രമത്തിൽ അഭയം തേടിയത്. ഗംഗാ സ്നാനത്തിനിടെ തന്റെ പേഴ്സും മൊബൈൽ ഫോണും കളഞ്ഞുപോയെന്നും പറഞ്ഞാണ് ഹരിദ്വാറിലെ അയ്യപ്പ സേവാ ട്രസ്റ്റിന്റെ ആശ്രമത്തിൽ എത്തിയതെന്നും ആശ്രമ നിവാസികൾ പറഞ്ഞു. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഇദ്ദേഹം ഹരിദ്വാർ അയ്യപ്പ ക്ഷേത്രത്തിൽ വരുന്നത്. സാധന സാമഗ്രികളെല്ലാം പോക്കറ്റ് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സതീഷ് ബാബു 3 ദിവസത്തോളം ആശ്രമത്തിൽ തങ്ങി. സഹോദരന്റേത് എന്ന് പറഞ്ഞ സതീഷ് ബാബു ആശ്രമത്തിൽ ഒരു മൊബൈൽ നമ്പറും നൽകിയിരുന്നു. ഈ നമ്പറിലേക്ക് അധികൃതർ ബന്ധപ്പെട്ടു. സതീഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് അന്വേഷണ സംഘം സൈബർ പോലീസിന്റെ സഹായത്തോടെ പ്രതി തങ്ങുന്ന സ്ഥലം തിരിച്ചറിഞ്ഞു. ഉത്തരാഖണ്ഡ് SP അടക്കമുള്ള 4 അംഗ സംഘം ഇന്നലെ രാത്രി 11 മണിയോടെ ആശ്രമത്തിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നെന്നും കോട്ടയം SP സതീഷ് ബിനോ പീപ്പിൾ TVയോട് പറഞ്ഞു. കസ്റ്റഡി എടുക്കാനല്ല, സസ്പെക്ട് പിടിച്ചിട്ടുണ്ട്. നടന്നു വെച്ചാൽ ഇത് ഇന്നലെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഹരിദ്വാറിൽ ഇയാളെ പോലെ ഒരാളുണ്ടെന്ന്. അപ്പൊ ഉടനെ ഹരിദ്വാറിലെ SSP ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ അവരൊരു ടീം വിട്ട് ആളെ പൊക്കിയിട്ടുണ്ട്. അത് കൺഫേം ചെയ്യാനും വെരിഫൈ ചെയ്യാനും നമ്മൾ തീരുമാനിച്ചത്. 4 പേരാണ്. ഹരിദ്വാറിലെത്തുന്ന പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ പോലീസ് സംഘം പ്രതിയെ പരിശോധനകൾക്ക് ശേഷം കസ്റ്റഡിയിലെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാറുകളിൽ മലിനീകരണം കണ്ടെത്താതിരിക്കാൻ കൃത്രിമം കാണിച്ച് പിടിയിലായ ഫോക്സ് വാഗൺ കമ്പനിയുടെ പ്രതിസന്ധി ലോകമെങ്ങും വ്യാപിക്കുന്നു. പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വന്നാൽ കമ്പനിയുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകുമെന്നാണ് പ്രധാന ആശങ്ക. യൂറോപ്പിലെ വമ്പൻ കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ജർമ്മനിയിൽ 1937 ഓടിത്തുടങ്ങിയത്. ടൊയോട്ട കഴിഞ്ഞാൽ 2ാമത്തെ വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളെന്ന ഖ്യാതിയുണ്ട് ഫോക്സ് വാഗണിന്. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കമ്പനിയിൽ സ്റ്റിയറിംഗ് നഷ്ടമായി നിയന്ത്രണമില്ലാതെ ഓടുന്നത്. ലോകത്തെ 10 ടോപ്പ് കാറുകളിൽ 3 അവകാശികളായ ഫോക്സ് വാഗൺ കാറുകളിൽ മലിനീകരണം കണ്ടെത്താതിരിക്കാൻ കാണിച്ച കള്ളക്കളികൾ പിടിക്കപ്പെട്ടതോടെ അമ്പരപ്പിലായത് ലോക കാർ വിപണി ഒന്നാകെയാണ്. കമ്പനി തലവൻ മാർട്ടിൻ വിന്റർകോൺ കുറ്റസമ്മതം നടത്തി രാജിവെച്ചതോടെ ഓഹരി വിപണിയിൽ കാർ കൂപ്പുകുത്തി. 1 കോടിയിലധികം കാർ വിറ്റ വഞ്ചനയിൽ ലോകം മുഴുവൻ ഇനി കമ്പനി നിയമ നടപടിയുമായും ഓടേണ്ടി വരും. അമേരിക്കയിൽ മാത്രം 4,82,000 കാറുകളിൽ തട്ടിപ്പ് സോഫ്റ്റ്വെയർ സ്ഥാപിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ഫോക്സ് വാഗൺ. $2,000 കോടി ഫോക്സ് വാഗൺ പിഴയായി നൽകേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ നിരീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ കമ്പനിക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കുക അസാധ്യം. ഫ്രാൻസും ബ്രിട്ടനും ഐക്യരാഷ്ട്രസഭ തന്നെയും സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കാർ വിപണിയിൽ മുഖ്യ എതിരാളി ഹോണ്ടയോട് ചേസ് ചെയ്ത് ജയിക്കാനായിട്ടില്ലെങ്കിലും ഫോക്സ് വാഗണിന് ഇവിടെ മതിപ്പ് കുറവൊന്നുമില്ല. ഇന്ത്യയിൽ പൂനെയിലെ പ്ലാന്റിൽ നിന്നാണ് ഏറ്റവും അധികം ഫോക്സ് വാഗൺ കാറുകൾ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഫോക്സ് വാഗണിന്റെ പ്രതിസന്ധി ഇന്ത്യയെ തൊടാതെ പോകുമെന്ന് കരുതാൻ ഒട്ടും ന്യായമില്ല. ന്യൂസ് ഡെസ്ക്. പോലീസുകാരൻ കുടപിടിച്ച് മെറിൻ ജോസഫ് IPSന് മൂന്നാറിലേക്ക് സ്ഥലം മാറ്റം.
നിവിൻ പോളിക്കൊപ്പം യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിലിട്ടതിന്റെ പേരിൽ മെറിൻ ജോസഫിനെ കൊച്ചിയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം മെറിനൊപ്പം കുടചൂടി നിന്ന തിരുവനന്തപുരം ഡിസിപിക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിവാദങ്ങളിൽ കുടുങ്ങിയ ACP മെറിൻ ജോസഫ് IPSന് വീണ്ടും സ്ഥാനചലനം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനിടയിൽ പോലീസുകാരനെ കൊണ്ട് കുടപിടിപ്പിച്ചതിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായാണ് സ്ഥാനചലനം. തിരുവനന്തപുരം ACP സ്ഥാനത്ത് നിന്നും മൂന്നാറിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മുമ്പ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ നിവിൻ പോളിയുമായി ചേർന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വിവാദമായതിനെ തുടർന്ന് മെറിൻ ജോസഫിനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശാസിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സമരരംഗത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി പരിശീലനം നേടാനായി മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് താൽക്കാലികമായി നിയമിച്ചത്. കുടപിടിപ്പിച്ച ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാൻ ഉത്തരവ് നൽകിയത്. സേനയിൽ ഓർഡർലി സമ്പ്രദായം അവസാനിപ്പിക്കാൻ DGP സെൻകുമാർ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് മെറിൻ ജോസഫിന്റെ കുടപിടിക്കൽ വിവാദം ചൂടുപിടിച്ചതും തുടർന്ന് സ്ഥാനചലനമുണ്ടായതും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ന്യൂയോർക്കിലെത്തി. ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി UN സമ്മേളനത്തിലും G4 രാജ്യങ്ങളുടെ ഉച്ചകോടിയിലും പങ്കെടുക്കും. 2 ദിവസത്തെ ന്യൂയോർക്ക് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി 26-ന് കാലിഫോർണിയയിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി US സന്ദർശിക്കുന്നത്. അയർലൻഡ് സന്ദർശനത്തിന് ശേഷം ന്യൂയോർക്കിലെത്തിയ നരേന്ദ്രമോദി ആദ്യം സുസ്ഥിര വികസനം സംബന്ധിച്ചുള്ള UN പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ സമ്മേളനത്തിൽ പങ്കുചേരും. ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർ G4 ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. UN പുനഃസംഘടന സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാന ചർച്ചയാകും. തുടർന്ന് പ്രസിഡന്റ് ബരാക് ഒബാമയുമായി സമാധാന ചർച്ചകൾ മുൻനിർത്തി മോദി കൂടിക്കാഴ്ച നടത്തും. തീവ്രവാദം, കള്ളപ്പണം, സൈനിക സഹകരണം എന്നിവ ചർച്ചയാകും. തുടർന്ന് മോദി ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് തിരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. CSI മലബാർ മഹാ ഇടവക തെരഞ്ഞെടുപ്പ് ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. 5 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് പള്ളിക്ക് പുറത്ത് വായ് മൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം. കണക്കുകൾ പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ പക്ഷം. ഉത്തര കേരള മഹാ ഇടവക വിഭജിച്ച് 6 മാസങ്ങൾക്ക് മുമ്പാണ് മലബാർ മഹാ ഇടവക നിലവിൽ വന്നത്. മലബാർ ഇടവകയുടെ ട്രഷറർ, വൈദികരുടെ പ്രതിനിധി, അൽമായരുടെ പ്രതിനിധി ഉൾപ്പെടെ 24 തസ്തികകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇടവകയുടെ വരവ് ചെലവ് കണക്കിൽ 5 കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് മഹാ ഇടവക സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷം ഈ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിനകത്തും പുറത്തും ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നടന്നു. ചെന്നൈയിൽ നിന്നുള്ള CSIയുടെ പ്രതിനിധികൾ ഇരുവിഭാഗവുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പ്രതിസന്ധിയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലംഘിച്ചിറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കമ്മീഷന് ഉത്തരവ് മരവിപ്പിക്കാൻ കഴിയില്ലെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ വ്യക്തമാക്കി. നാളെ ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്ഥലം മാറ്റം നിരോധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത്. എന്നാൽ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ട സ്ഥലംമാറ്റ ഉത്തരവ് ഡയറക്ടറേറ്റ് ഇറക്കി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലംമാറ്റ ഉത്തരവ് മരവിപ്പിച്ചു. എന്നാൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവ് മരവിപ്പിക്കാൻ അധികാരമില്ലെന്നാണ് സർക്കാർ വാദം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ ഉത്തരവുകളിൽ കമ്മീഷന് ഇടപെടാൻ സാധിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സാഹചര്യത്തിൽ കമ്മീഷന് ഇതിന് അധികാരമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഇതേ തുടർന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലംമാറ്റ ഉത്തരവ് തന്നെ പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചീഫ് സെക്രട്ടറി നാളെ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമാകും സ്ഥലംമാറ്റ ഉത്തരവിലെ പ്രതിസന്ധിക്ക് വിരാമമാകുക. എസ് ഷീജ, തിരുവനന്തപുരം.